+1 ഫിസിക്സ് 9ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ വീഡിയോ ആണ് ഇത്. ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത് സോളിഡുകളെ പറ്റിയാണ്. സോളിഡ്സ് പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥ ഉള്ളതായി ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്. ഇതിൽ സോളിഡ്സിൻ്റെ പ്രത്യേകതകളും പ്രോപ്പർട്ടീസും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോളിഡ്സിൻ്റെ അഥവാ ഖരപദാർത്ഥങ്ങളുടെ പ്രോപ്പർട്ടീസ് ആദ്യം പഠിക്കാം. സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. സോളിഡ്സ് ആർ ക്രിസ്റ്റലൈൻ ഓർ amorphous. The density of solids is slightly higher than their liquid states. Deforming force. എന്താണ് deforming force? ഒരു ബലം, ആ ബലത്തിന് ഒരു വസ്തുവിൻ്റെ, ഒരു ഖരവസ്തുവിൻ്റെ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ വോളിയം, ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യിക്കാൻ കഴിവുണ്ട് എന്നിരിക്കട്ടെ. അത്തരത്തിലുള്ള ഒരു ബലത്തിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു ഖരവസ്തുവിൻ്റെ സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ വോളിയം അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. എ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ സൈസ്, ഷേപ്പ് or volume. When a body is subjected to a deforming force, a restoring force is developed in the body. ഒരു ഖരവസ്തുവിലേക്ക് നാം ഡിഫോമിംഗ് ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അതിന് തുല്യമായ ഒരു ബലം ആ ഖരവസ്തുവിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ആ വസ്തുവിലുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. നാം ഒരുപാട് കേട്ടിട്ടുള്ള സുപരിചിതമായ 2 വാക്കുകളാണ് ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും. ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. ഖരവസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇലാസ്റ്റിസിറ്റി, എന്താണ് അവയുടെ പ്ലാസ്റ്റിസിറ്റി ഒന്ന് നോക്കാം. ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. നാം ഒരു ഖരവസ്തുവിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് അഥവാ ആ വസ്തുവിൻ്റെ സൈസോ ഷേപ്പോ അല്ലെങ്കിൽ വോളിയമോ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബലം അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസോ ഷേപ്പോ വോളിയമോ ചേഞ്ച് ചെയ്യുന്നു. ഒറിജിനൽ സൈസോ ഷേപ്പോ വോളിയമോ എത്രത്തോളം ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ഡീഫോമിംഗ് ഫോഴ്സ് അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ വസ്തു അത് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ സൈസിലേക്ക്, ഷേപ്പിലേക്ക് അല്ലെങ്കിൽ വോളിയത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. ഈ ഡീഫോർമേഷൻ ഉണ്ടാകുന്ന ആ കാരണം ഇതിനെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. The property of a body by virtue of which it tends to regain its original size, shape or volume when the applied force is removed is known as elasticity, and the deformation caused is known as elastic deformation. Example of perfectly elastic body is quartz. പ്ലാസ്റ്റിസിറ്റി എന്താണ് എന്ന് പഠിക്കാം. സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് റീറ്റെയിൻ ദെയർ സ്റ്റേറ്റ് വെൻ ഡിഫോമിംഗ് ഫോഴ്സസ് ആർ റിമൂവ്ഡ് ആർ കോൾഡ് പ്ലാസ്റ്റിക് ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് plasticity.
ഒരു വസ്തുവിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് പ്രയോഗിക്കുന്നു. അതിൻ്റെ സൈസോ ഷേപ്പോ വോളിയമോ അത് ചേഞ്ച് ചെയ്യുന്നു. എപ്പോഴാണോ ഈ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത്, പക്ഷെ അതിനുശേഷവും വസ്തു തിരിച്ച് ഒറിജിനൽ സൈസിലേക്കോ ഷേപ്പിലേക്കോ വോളിയത്തിലേക്കോ തിരിച്ചു വരുന്നില്ല. അത് മറ്റൊരു രൂപത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി, ഈ പ്രോപ്പർട്ടിയെ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. ഈ വസ്തുക്കളെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ഓഫ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ഈസ് പുട്ടി. ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് സോളിഡ്സ്. When a solid is deformed, the atoms or molecules are displaced from their equilibrium positions, causing a change in the interatomic or intermolecular distances. When the deforming force is removed, the interatomic forces tends to drive them back to their original positions. Thus, the body regains its original shape, size or volume. Stress. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. ഇഫ് F is the force applied and A is the area of cross section of the body, the magnitude of stress is equal to force by area. The SI unit of stress is Newton meter raised to minus 2 or Pascal, denoted PA. Its dimensional formula is m l raised to minus 1 t raised to minus 2. സ്ട്രെസ് നമുക്ക് 3 തരത്തിൽ പറയാം. ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. ഇതിനെ 3 തരത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഓർ ലീനിയർ സ്ട്രെസ്, നോർമൽ സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ്, shearing stress or tangential stress. ഓരോന്നും വിശദമായി തന്നെ നോക്കാം. ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് or linear stress. This stress produces a change in length. നീളത്തിൽ വ്യത്യാസപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ദി ചേഞ്ചിങ് ലെങ്ത് മേ ബി ഇലോങ്ങേഷൻ ഓർ ടെൻസൈൽ സ്ട്രെസ് ഓർ കംപ്രഷൻ, കംപ്രസീവ് സ്ട്രെസ്. ഈ പറഞ്ഞ തരത്തിലുള്ള പേരുകളെല്ലാം ഇതിന് ഉണ്ട്. നാം ഒരു യൂണിറ്റ് ഏരിയയിലേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ, ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഇത് ഒരു വസ്തുവിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ് ഓർ വോളിയം സ്ട്രെസ് എന്താണ് എന്ന് നോക്കാം. ദിസ് സ്ട്രെസ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദി ബോഡി. ഒരു വസ്തുവിൽ നാം ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് ആ വസ്തുവിൻ്റെ വോളിയമാണ് ചേഞ്ച് ചെയ്യിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ് ഓർ വോളിയം സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്. ഒരു സ്ട്രെസ് അത് ഒരു വസ്തുവിൻ്റെ ഷേപ്പാണ് ചേഞ്ച് ചെയ്യിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്. The stress produces a change in the
shape of a body. Strain. Strain എന്താണ് എന്ന് പഠിക്കാം. It is a ratio of change in dimension to the original dimension. നമുക്കറിയാം, ഒരു ഡിഫോമിംഗ് ഫോഴ്സ് നാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ സൈസോ ഷേപ്പോ അല്ലെങ്കിൽ വോളിയമോ ചേഞ്ച് ചെയ്യുന്നു. ഇത് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു? ഒറിജിനൽ സൈസിൽ നിന്നും ഷേപ്പിൽ നിന്നും വോളിയത്തിൽ നിന്നും ഒരു ഡിഫോമിംഗ് ഫോഴ്സ് നാം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു, ആ ഒരു അളവിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. അഥവാ ആ ഒരു റേഷ്യോയെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ്. നാം പ്രത്യേകം ഓർത്ത് വെക്കേണ്ട 2 പോയിന്റുകളാണ്. സ്ട്രെയിനും നമുക്ക് 3 തരത്തിൽ പറയാം. ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് നാം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ ലെങ്ത് അത് ചേഞ്ച് ചെയ്യുന്നു. ഒറിജിനൽ ലെങ്തിൽ നിന്നും എത്രത്തോളം ചേഞ്ച് ചെയ്തു, ഈ ഒരു റേഷ്യോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത്, that is delta L, to the original length, that is L of the body. L ലെങ്ത് ഉള്ള ഒരു ബോഡി അതിൻ്റെ ലെങ്ത് ഡെൽറ്റ എൽ ആയി ചേഞ്ച് ചെയ്യുന്നു. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ ലീനിയർ സ്ട്രെയിൻ. ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. വോളിയം സ്ട്രെയിൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫോമിംഗ് ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വോളിയമാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. ഒറിജിനൽ വോളിയം വി ആണ്, ചേഞ്ച് ചെയ്യുന്ന വോളിയത്തിനെ ഡെൽറ്റ വി ആയി നാം സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം വോളിയം ആണ് ചേഞ്ച് ചെയ്തത് ഒറിജിനൽ വോളിയത്തിൽ നിന്ന്, ആ ഒരു റേഷ്യോ, അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം സ്ട്രെയിൻ. It is the ratio of change in volume to the original volume. That is, volume strain is equal to delta V divided by V. Shearing stress. It is the angle turned by a straight line assumed on the body which was originally perpendicular to the tangential force. Shearing strain x by L is equal to tan theta. Usually theta is very small, then tan theta is nearly equal to the angle theta. Thus shearing strain is equal to tan theta is equal to theta. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ വോളിയമോ അത് മാറ്റുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ബലത്തിനെ വിളിക്കുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. ഇത് ഒരു ഒബ്ജക്റ്റിലേക്ക് നാം പ്രയോഗിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിൽ ലെങ്തിലോ ഷേപ്പിലോ അല്ലെങ്കിൽ വോളിയത്തിലോ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് യൂണിറ്റ് ഏരിയയിൽ ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. എത്രത്തോളം ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസോ ഷേപ്പോ വോളിയമോ ചേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ റേഷ്യോയെ വിളിക്കുന്ന പേര് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും 3 തരത്തിൽ നമുക്ക് പറയാം. ലെങ്തിൻ്റെ അടിസ്ഥാനത്തിലും സൈസിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലും. ഈ 3 തരത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പ്രധാനമായും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്നിവ നാം പഠിച്ചു കഴിഞ്ഞു. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അടുത്ത ഭാഗം
അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.